നമ്മുടെ കാര്യക്കാരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നസീറിക്ക, പ്രജോദേട്ട, അഭിജികടൻ ചേട്ടാ, നമുക്ക് ഇവരെ കൂടി സ്വാഗതം ചെയ്യണ്ടേ? അപ്പം കൊല്ലം കുണ്ടറ NSS ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇതില് ടീച്ചേഴ്സ് ആരൊക്കെയാണ്, സ്റ്റുഡൻസ് ആരൊക്കെയാണ്? കാരണം എല്ലാരെയും കണ്ടിട്ട് സ്റ്റുഡൻസിനെ പോലെ തന്നെ ഉണ്ടല്ലേ? ഒന്ന് കൈ പോക്കൂ. ആരും പറയൂല ടീച്ചേഴ്സ്. 1 2 3 ടീച്ചേഴ്സ് ആണ്. ഇത്രയും പിള്ളേരെ മേക്കാൻ നിങ്ങൾ 3 ടീച്ചേഴ്സ് മതിയാ? അടിപൊളി. അപ്പൊ എന്തായാലും ഹാവ് എ ഗ്രേറ്റ് ഡേ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് ചിരിച്ചൊരു വഴിയാകും. നമുക്ക് ആദ്യത്തെ സ്കിറ്റിലേക്ക് കടക്കാം. ഒരു കിടിലം സ്കിറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ദീപു നാവായിക്കുളം, വിഷ്ണു ആൻഡ് ജാസ്മിൻ. ഞാനിങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ അങ്ങനെ തിരിഞ്ഞു കുനിഞ്ഞു നിൽക്കാം. പോലും നിങ്ങൾ ഇത് കേൾക്കണം പിള്ളേരെ. കഴിഞ്ഞ പ്രാവശ്യം ഇവളുടെ റീൽസിന്റെ ഒരു ഗുണം കൊണ്ടാണ് ഇന്ന് എന്റെ നടുവ് വെട്ടി കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവള് ഇതേപോലെ ഒരു റീൽസുമായിട്ട് വന്ന് കുട്ടുമ്മ കുട്ടു അന്ന് വെട്ടിയ നടുവാണ്. ഇന്നും കശുവെട്ടി പോലെ ഞാനിങ്ങനെ നിൽക്കുക. ഇതുവരെ നേരെയായിട്ടില്ല. ചേട്ടാ, നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. റീൽസ് ഒക്കെ എടുക്കണം നല്ലതല്ലേ? പിന്നെ നല്ലത്. എനിക്കിത് കാണുമ്പോ വിഷമമുണ്ട്. ഒരു കാര്യം ചെയ്യ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, എന്റെ ഈ നടുവേന മാറണമെങ്കിൽ നീ തിരുമിയാലൊന്നും തീരൂല. പിന്നെ ആലപ്പുഴയിൽ ഒരു സിദ്ധനായ വൈദ്യനുണ്ട്. ആ പുള്ളി തിരുമിയാലേ എന്റെ ഈ നടുവേന മാറത്തുള്ളൂ. ഉറപ്പാണോ? എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നിങ്ങൾ ഇങ്ങോട്ടൊന്ന് തടവി തരാന്ന് ഞാൻ പറഞ്ഞല്ലോ, നീ തടവയായിരുന്നു നടുവേന മാറത്തില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാ പിന്നെ പോയിട്ട് വാ. ഞാൻ പിന്നെ നിർബന്ധം പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. സാധനങ്ങളൊക്കെ എടുത്ത് വെക്ക്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുള്ളൂ സുമേ. എന്തിനേട്ടാ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഞാൻ ഇവളെ പിരിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയിട്ടില്ല. ഇവളില്ലാതെ ഞാൻ എങ്ങനെ പോകും ഓർത്തിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ. എനിക്ക് അറിയാം ചേട്ടന് സങ്കടം ഉണ്ട്. എന്നാ പിന്നെ ഞാനും കൂടി വരാം. നീ വന്നോ, കുഴപ്പമില്ല, നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ 4 വയസ്സ് മാത്രം പ്രായമായ ചെറുക്കന്റെ കാര്യം ഓർക്കുമ്പോഴാ അവനെ വല്ല കാക്കയും കൊത്തിക്കൊണ്ട് പോക്കോട്ടെ അല്ലേ? പൊക്കോട്ടെ, കുഴപ്പമില്ല. നീ വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. അയ്യോ വേണ്ട, എനിക്ക് എന്റെ കുഞ്ഞിന്റെ അടുത്ത് ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാ പിന്നെ ഞാൻ വരുന്നില്ല. അവിടെയാണ് എനിക്ക് സുന്നിയ സങ്കടം. നീ ഇല്ലാതെ ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും പോയിട്ടില്ലല്ലോ. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ആരോട് പറയുമെന്ന് ഓർത്തിട്ടാണ് എനിക്കൊരു സങ്കടം. എന്നാ പിന്നെ ഞാനും കൂടി വരാൻ ചേട്ടാ. പോരി, നമുക്ക് ഒന്നിച്ച് പോയിട്ട് വരാം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുള്ളൂ. 4 വയസ്സേ നമ്മുടെ ചെറുക്കനുള്ളൂ. ആ ചെറുക്കൻ ആടും തോടും പുഴയൊക്കെ കണ്ട പ്രാന്താണ്. അവൻ ചെറിയ എടുത്ത് ആടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മന്തിൽ എനിക്ക് അക്കൗണ്ടിൽ പേയ്മെന്റ് വരുത്തിക്കരുത്. എന്തിന്റെ? വിധവാ പെൻഷന്റെ. നേരമായി കളിക്കുന്നു. ഞാൻ സാധനങ്ങൾ എടുത്ത് വെക്കാം. അയ്യോ, ഇപ്പൊ പറ്റ അടിച്ചാണ് അവള്. എനിക്കറിയാൻ പാടില്ലേ. അയ്യോ, മാമൻ വിളിക്കുന്നു. എന്തിന്? ഹലോ ഹലോ ഹലോ, പട്ടായ വട്ട് നിങ്ങൾക്ക് അതല്ലെന്ന് മറ്റേ പട്ടായ പോണ കസതായി. ഒരുമിച്ച് ഇത് എവിടെ നിന്ന് കാണുന്ന എന്റെ പൊന്നും മാമ. പട്ടായക്ക് പോവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ ആലപ്പുഴയിൽ നടു തിരുമിക്കാൻ പോവാന്നാണ് എന്റെ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പട്ടായ പോവാന്ന് വിളിച്ച് പറയല്ലേ? പറഞ്ഞില്ല. ഉറപ്പാണ്. ഇത് എവിടെ നിക്കണത്? ഞാൻ ട്രിപ്പിലാ. കള്ള എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ ട്രിപ്പിന് പോയാ? അതല്ലെന്ന്. പിന്നെ പട്ടായ കേട്ടപ്പോഴേ ഏതോ ഷുഗർ ലെവൽ ഒന്ന് കൂടി ട്രിപ്പിട്ട് ആശുപത്രി കിടക്കണം. എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. എന്ത് പട്ടായെന്ന് കേട്ടപ്പോഴേ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ അവിടെ വന്നാൽ നിങ്ങൾ പൊട്ടിത്തെറിച്ച് ചത്തു പോകും. പെട്ടെന്ന് പോണോ? അമ്മേ ഈശ്വര, ഒരു കുറവില്ലാതെ ഈ ട്രിപ്പ് അങ്ങ് നല്ലതാക്കി ഈശ്വര കാലത്തി. ചേട്ടാ, അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്ന് നോക്കി വെക്കണേ. ഞാൻ അച്ചാറൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. എന്റെ അമ്മേ ഈശ്വര, ഈ മാമ ഇത് എവിടെ പോയി കിടന്നു? വന്നാ മതിയായിരുന്നു. ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ. ഞാനും എന്റെ മരുമോൻ ചെറുക്കനും കൂടെ പട്ടായ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇപ്പൊ ചെറിയൊരു എൻജോയ്മെന്റ് അത്രേ ഉള്ളൂ. അല്ല, ബാക്കി ചെലവുകളെല്ലാം ചെയ്യാന്ന് പറഞ്ഞു.
രണ്ടു പെൻഷനൊക്കെ കിട്ടി, ആ പൈസയൊക്കെ സെറ്റാക്കി വെച്ച്. പക്ഷെ എന്നാലും ചെറിയൊരു വിഷയം. മാമനും മോനുമാണോ? നമ്മൾ അതെ എന്റെ പിന്നെ ചെറിയൊരു ടൈറ്റ് ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു ചെറിയ ഒരു ടൈറ്റ് എന്ന് പറഞ്ഞാൽ പൈസയുടെ ഒരു ചെറിയ ഒരു വിഷയമുണ്ട്. എന്തെങ്കിലും ചെറിയൊരു സംഭവം ഞാൻ സാർ ഒരു 10,000 രൂപ തന്നാൽ. അയ്യോ 10,000 രൂപ ഒന്നും പറ്റൂല. അങ്ങനെ പറയല്ലേ, നിങ്ങളെല്ലാം ഇഷ്ടം പോലെ പൈസ ഉള്ളതല്ലേ? അല്ല നിങ്ങളെല്ലാം ആവശ്യമുള്ള പൈസ താണ്ട് പിടിച്ചോന്ന് പറഞ്ഞ് കൊടുക്കണം. നിങ്ങൾക്ക് തരാൻ വയ്യാത്ത ഒരു 10,000 നമുക്ക് താ. അത്രയൊന്നും പൈസ ഒന്നും നമ്മ പട്ടായ പോകാൻ തരൂല. എന്തെങ്കിലും ഒരു 10,000-2,000 രൂപയൊക്കെ വേണമെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. 2,000 രൂപയൊക്കെ കപ്പലിന്റെ മേടിക്കാൻ അതൊന്നും എനിക്ക് വേണ്ട. പിന്നെ കോള് വരുന്നു സംസാരിക്കല്ലേ, ആരും മിണ്ടല്ലേ. പെങ്ങള് വിളിക്കണം. ഹലോ പെങ്ങളെ എന്തേര് എവിടെ തുടങ്ങിയ? അയ്യോ നമ്മളെ വസ്തുവിന്റെ ഭാഗം വെപ്പ് നടക്കണം. 5 പെങ്ങന്മാർക്ക് ഒരാങ്ങളെയാണ് ഞാൻ. സ്വത്തുണ്ടാവുമല്ലോ ഒരുപാട്. അത്ര തോനെയൊന്നും ഇല്ല, ഒരു വിധത്തിലുണ്ട്. അത് വാങ്ങിച്ചിട്ട് വന്നാലും പോയി വിളിക്കട്ടവരെ. മക്കളെ ഞാന് ഒരു നല്ലൊരു വഴിക്ക് പോവാൻ നിൽക്കുകയാണ് മക്കളെ. എനിക്ക് ഒന്നും വേണ്ട, ഒരു സ്വത്തും വേണ്ട, നിങ്ങളെല്ലാം എഴുതിയെടുത്തോ. ഞാൻ ഇപ്പൊ പോകുന്ന കാര്യത്തിന് തടസ്സം നിൽക്കല്ലേ. അയ്യോ എന്റെ പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുവേ. അപ്പൊ ഞാൻ കൂടി ചെല്ലട്ടാ. ആരടുത്തും പറയല്ലേ, ഞാൻ പോണ കേസ് ആരടുത്തും പറയല്ലേ. ഹാപ്പി ജണി അങ്ങനെ. അയ്യോ ഇതങ്ങ് എത്തുമ്പോ ഒരു സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. മക്കളെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരെടുത്തും ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ഈ ചെവി അറിഞ്ഞിട്ടില്ല നമ്മൾ പോണ കേസ്. ആർക്കും മനസ്സിലായിട്ടുമില്ല. നെറ്റിന് കൂടെ എഴുതി ഒട്ടിക്കാത്തുണ്ട് പട്ടായക്ക് പോവാന്ന്. ഇതെന്തോ നെഞ്ചത്ത് ബൊട്ടാണിക്ക കാടനോ? അല്ല മോഡലാവട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ എന്തായാലും ഒരു വഴിക്കും നല്ല വഴിക്ക് പോവില്ലടാ. എന്റെ ദൈവമേ എന്ത് ചെയ്യുന്നു പറയാ. മാമ ഇന്നലെ വരെ നിങ്ങൾ കഷണ്ടി തലേനല്ലായിരുന്നു, ഇപ്പൊ എവിടുന്ന് ടീം മുടി? അത് ചെറിയൊരു ബിഗ് സെറ്റ് ചെയ്ത്. എന്തിന്? അത് വേറെ ഒന്നുമല്ലടാ, നമ്മൾ ഈ പഴയ വീടുകളൊക്കെ ഓണം കാര്യങ്ങളൊക്കെ ആകുമ്പോ നല്ലൊന്ന് മോടി പിടിപ്പിക്കത്തില്ലേ, അതുപോലൊന്ന് മോടി പിടിക്കല്ലേ. മാമാ എന്ത് കഷ്ടം നിങ്ങൾ കാണിക്കുന്നതൊക്കെ. ആ മാമ ഇങ്ങനെ ഇന്നലെ രാത്രി നിങ്ങളെ ഞാൻ കുറെ തവണ വിളിച്ചു, നിങ്ങൾ എന്ത് ഫോൺ എടുക്കാത്തത്? അയ്യോ കംപ്ലീറ്റ് വിഷയം. എന്ത് പറ്റി? വീട്ടിൽ പൊക്കി. പൊക്കിയാ? ചാറ്റ് പൊക്കിയാ? ചാറ്റ് കംപ്ലീറ്റ് പൊക്കി. എത്ര പൊക്കി? 3 ആരൊക്കെ? ഒരു സുനിത, ഒരു ഗ്രേസി, ഒരു ഫാത്തിമ. എത്ര മണിക്ക് പൊക്കിയത്? വെളുപ്പാൻ 2:30 മണിയായി കാണും. ദൈവമേ ഈ 4 മണിക്ക് മതസൗഹാർദ്ദം കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നിങ്ങൾക്ക് ഇത് എന്തിന്റെ പാട് മാമ, എന്തിന്റെ പാട് നിങ്ങൾക്ക്? ചുമ്മാ ആവശ്യമില്ലാതെ പറ്റിപ്പോയി. ഒരു കാര്യം, നമ്മൾ എന്തായാലും പട്ടായ പോകണല്ലേ. പട്ടായ പോവല്ലേ? നീ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഗോവയിലും കൂടെ ഒന്ന് ഇറങ്ങിയല്ല അല്ലേ? മാമ ഓ നിങ്ങളൊന്ന് മനസ്സ് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തൂടെ കയറാം. എവിടെയാ? വർക്കല പാപനാശിനിയിൽ. ഞാൻ മനസ്സ് വെച്ചിട്ട് നീ പാപനാശി പോകണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ കടന്ന് കുന്തളിച്ച് അങ്ങോട്ട് പോകാനാണെങ്കിൽ തിരിച്ച് നിങ്ങൾ കുറത്തി വരേണ്ട അവസ്ഥയാവും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. നീ എന്റെ മനസ്സ് മടുപ്പിക്കല്ലേ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഒരു സംശയടാ, ഞാൻ ഭയങ്കര ത്രില്ലാണ്. എന്ത്? പിന്നെ വേറൊരു സംശയം. നമ്മളെ അവിടെ പോകുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മസാജിങ് ഒക്കെ ഉണ്ടല്ലേ, നമ്മള് വെളിച്ചെണ്ണ കൊണ്ടുപോകണോ അത് അവിടെ തരോ? അവിടുന്ന് കിട്ടും. അല്ലേ? കിട്ടും. എന്നാലും ഞാൻ ഒരു കന്നാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിന്? തികഞ്ഞില്ലെങ്കിൽ മാമാ ഫ്ലൈറ്റിൽ എണ്ണയൊന്നും കയറ്റാൻ പറ്റൂല. അത് കുഴപ്പമില്ല, ബാക്കിൽ കെട്ടി തൂക്കിടാ. ഇളവി കിടക്കണല്ലേ പൊന്നു മാമ, ഞാൻ പറയണോന്ന് കേക്ക്. അല്ല ഇതെന്നത് ഇതെന്നത് ഇത് വേറെ ഇതെന്നാ മാമ റെയിൻകോട്ടൊക്കെ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കൂലേ, ഒരെണ്ണം ഇട്ടോണ്ട് നമുക്ക് കടലിലെ കിടന്ന് ചാടാല്ലേ. അതിനുവേണ്ടി ഒരെണ്ണം അടിച്ചു മാറ്റിയിരുന്നു, കുഴപ്പമില്ല കിടക്കട്ടെ. അത് പിന്നെ ഉപകാരമുള്ളതാന്ന് വിചാരിക്കാം. മാമ ഇതെന്തിനാ ഈ ഇൻഹേലർ? നമ്മൾ എവിടെയാണ് പോണ? പട്ടായക്ക്. എവിടെയാണ് ശ്വാസം നിൽക്കണമെന്ന് പറയാൻ പറ്റൂല. നല്ലതാണ് ഇത് ഒരെണ്ണല്ലോ, ഇത് 2 ഉണ്ടല്ലോ. തോനെ ഉണ്ടില്ല, നിനക്കൂടെ ഉണ്ട്. എല്ലാം ഞാൻ അപ്ഡേറ്റഡ് ആണടാ. അതെല്ലാം പോട്ട്. ഇതെന്തിനാ ഈ കരണ്ടിയും തൂക്കട്ടൊക്കെ? മോനെ അതെന്റെ പണിയായതുകൊണ്ട്. കാരണം നാളൊരു സമയത്ത് നീ അവിടെ ചെന്നിട്ട് നിനക്ക് നീ പെട്ടെന്ന് വരാൻ തോന്നി, എനിക്ക് അങ്ങനെ വരാൻ തോന്നുന്നില്ല. അപ്പൊ എന്റെ പണിയായതുകൊണ്ട് എടുത്താൽ ഒരു തായ്ലാന്റ് മച്ചാടിനോടെ കിട്ടിയാൽ നമ്മൾ അവിടെ കൂടും. എനിക്ക് ഇത് അറിയാൻ പാടില്ല, എനിക്ക് ഒന്നും അറിയാൻ പാടില്ല മാമ. എടാ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കംപ്ലീറ്റ് ഞാൻ തായ്ലാന്റ് പട്ടായെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ? പിന്നെ രാത്രി വെളുക്ക ഗൂഗിളിൽ കയറുന്ന തപ്പിയില്ലേ? ഇതെന്നതാ ഇത്? ഇത്
പട്ടായ ജംഗ്ഷൻ. ഇവിടെ നിന്ന് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഹിതാഹ എന്ന് പറയുന്ന സ്ഥലം, അതന്നെ അത്. അവിടെ സൂപ്പർ ഒരു സ്പാ ഉണ്ട്. ആണോ? ആ. അവിടെ കയറിയാലോ? അവിടെ കയറണ്ട, അതിനാ? അവിടെ ഭയങ്കര റേറ്റാണ്, ആണോ? എന്നാ വേണ്ട. പൈസ കൂടുതലാണ് അവിടെ. അവിടെ നമ്മളൊരു ഓട്ടോ വിളിച്ച് നേരെ ഇവിടെ വരുന്നു. അവിടെ തന്നെ ഇവിടെ ബിബ്ലാക്ക എന്ന് പറഞ്ഞ ഒരു സ്പാ ഉണ്ട്. സ്പാ ഉണ്ടോ? അടിപൊളിയാ. ആ സ്പായി നമുക്ക് കയറാം. അവിടെ കയറരുത്. എടാ, അവിടെ ആണുങ്ങൾ പെൺവേഷം കെട്ടി നിൽക്കാൻ നിന്റെ വേണ്ട, നമുക്കവിടെ വേണ്ട, അവിടെ വേണ്ട. അവള് വരുന്നുണ്ട്, പ്ലീസ് പറയില്ല കേട്ടോ. ചേട്ടാ, മാങ്ങാച്ചാർ നെല്ലിക്കച്ചാർ മാത്രം മതിയോ? ഇതിലോട്ട് വെച്ചേക്കാവേ. അയ്യോ, ഇതാണ് മാമനോ? എപ്പോ വന്നു? ഇത് എന്നാ കോലമായത്? മൊത്തത്തിൽ ഒന്ന് അടിപൊളിയായി. എന്തായാലും നല്ല അടിപൊളിയായിട്ട്. ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് പോണം. നമുക്ക് ആടോ മാമ, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാ പോണേ? നമ്മള് ഫ്ലൈറ്റില്. എങ്ങനെ പോണെന്ന്? ഫ്ലൈറ്റിലാ? രണ്ടുപേരും ഒറ്റയ്ക്ക് പോവാണ്. അപ്പൊ പ്ലേറ്റിൽ ചോറെടുത്ത് വെക്കണമെന്നാണ് പറഞ്ഞത്. പ്ലേറ്റുകൾ പറക്കി വെക്കാനാണ് പറഞ്ഞത്. കണ്ടോ, മാമ പ്ലേറ്റ് എന്നാണ് പറഞ്ഞത്. സോറി മാമ. പോട്ടെ, ഞാൻ 2 പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് മാമ. അതൊക്കെ പോട്ടെ. ഈ ആലപ്പുഴയിൽ എവിടെയാ പോണേ? എവിടെന്ന്? എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു എല്ലാവരും പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാട് ഫിക്സ്. കുട്ടനാട് ഫിക്സാ? എന്തോ ഉടായിപ്പ് എനിക്ക് മണക്കുന്നുണ്ട്. ഒരു ഉടായിപ്പില്ല. എന്തോന്ന് കാണിക്കുന്നത്? എന്തോന്ന് കാണിക്കുന്നത്? പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് കൊച്ചിനെ കണ്ടപ്പോഴത്തേക്ക് കള്ളം പറയാൻ തോന്നില്ലടാ. അതുകൊണ്ട് ഞാൻ മിക്കാറും ഞാൻ വിളിച്ച് ഞാൻ പറയും, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, കൊച്ചു ഹൃദയമാണ്. ശാസ്ത്രത്തെ തായ്ലാന്റ്, മദാമമാരി, എണ്ണത്തോണി, സ്പാ, ഇതെല്ലാം കിട്ടും. ഇനി പറയൂല. കൈകാര്യം ചെയ്യപ്പോ. ഇങ്ങനെ നിക്കല്ലേ. ഒന്നാമത്തെ കാര്യം നമ്മൾ പെട്ടെന്ന് പോവാളെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആഹാരം നല്ല രീതിയിൽ കിട്ടത്തില്ല. ചോറും ചമ്മന്തിയൊക്കെ എടുത്ത് വെക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വല്ല പാമ്പും പഴുതാരൊക്കെ കാണും. എന്തെന്ന്? പാമ്പും പഴുതാരയോ? കഴിക്കാനോ? ആലപ്പുഴയിൽ എവിടെന്നാ പാമ്പ് എനിക്ക് അറിഞ്ഞൂടെ? അയ്യോ, പാമ്പും പഴുതാര നല്ലല്ലോ പുള്ളി പറഞ്ഞത്. ആലപ്പുഴയിൽ നിറച്ച് പാമ്പും പഴുതാരയൊക്കെയാണ് നല്ല. അങ്ങനെയാണ് പറഞ്ഞത്. സൂക്ഷിക്കണോന്നാണോ? അത് കൊത്തു കഴിഞ്ഞാൽ ശരി മാമ. ചമ്മന്തിപ്പൊടി, കൊഞ്ചുപൊടി ചമ്മന്തി മതിയോ? അത് കുറച്ചുണ്ട്. ചമ്മന്തിയോ പൊടിക്കാത്ത ചമ്മന്തി കൈയുടെ അടക്കം വെച്ച് ഒറ്റ പ്ലാറ്റ് വന്നുണ്ടല്ലേ. പെട്ടെന്ന് എനിക്ക് കൊച്ചിനെ കണ്ടപ്പോ സൈക്കിളിലേക്ക് പെട്ടെന്ന് പോണ്ടേ. ഞാൻ അവിടെ പോയി അങ്ങനെ ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ. ചത്തുപോകും നിങ്ങൾ. ഇടയിൽ വക്കീല്. ഹലോ, എനിക്ക് വേണ്ട, നിങ്ങളെ സ്വത്ത് വേണ്ട, നിങ്ങൾ എടുത്തോ, എല്ലാം എടുത്തോ. എനിക്ക് ഒന്നും വേണ്ട, എടുത്തോ. എന്റെ പെങ്ങന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കൂ പ്ലീസ്. ഒപ്പ എന്റെ ഒപ്പ് ഷൂ, അതല്ലെങ്കിൽ 3 കമ്പ് വരച്ച് വിട്. എനിക്ക് ഒന്നും വേണ്ട, വെച്ചിട്ട് പോ പ്ലീസ്. വക്കീൽ വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചെല്ലണമെന്ന്, എനിക്ക് വിഷയാവുമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് പോവാം. ഒരു കാര്യം ചെയ്യ്, മാമൻ അവിടം വരെ ഒന്ന് എല്ലാരും കണ്ടിട്ടൊക്കെ വാ. അത് അങ്ങനെ ചെയ്യോ? പെട്ടെന്ന് വന്നില്ല, അവിടെ പോകാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് പട്ടായം പോട്ടെ. ഞാൻ മാമനോട് വന്നപ്പോ തൊട്ട് പറയണമെന്ന് വിചാരിച്ചു. ചെറിയ പ്രശ്നമുണ്ട്. മോനെ, മാമന്റെ വീട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമല്ലേ. അതുകൊണ്ട് മാമന്റെ ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു. അറിഞ്ഞോണ്ടല്ലോ മാമ. പിന്നെ അവിടുത്തെ വിളിച്ചു പറഞ്ഞ സെറ്റ് ആവൂലേ? വിളിച്ചു പറഞ്ഞാലൊന്നും സെറ്റ് ആവൂല. നിന്റെ സൈഡിലെങ്കിലും എന്നെ നിർത്തോ. സൈഡിൽ ഇങ്ങനെ ഇരുന്നത് ഞാൻ പാപ്പയോടെ വിറവ് പറിക്കൊണ്ട് പോവല്ല, അങ്ങോട്ട് വരാനായിട്ട് പട്ടായക്ക് പോവാ. അപ്പൊ എന്നെ കൊണ്ടുപോകില്ല നീ? പറ്റൂല മാമ, നടക്കുന്ന പരിപാടി. നടക്കുന്ന കേസല്ല. തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ തീരുമാനിച്ചു മാമ. ദൈവമേ, എന്തോരോ സ്വപ്നങ്ങൾ കണ്ടേണ്. ഇതൊക്കെ എന്തിനാ എനിക്ക് തന്നത്? എന്റെ സ്വപ്നങ്ങളെല്ലാം ഇവിടെ തീർന്ന് എനിക്ക് ടിക്കറ്റ് വേണ്ട, നടക്കണം. എല്ലാം തൊലഞ്ഞ്. മാമ ഞാനെന്നാ പോട്ടാ. കൊണ്ടുപോകാൻ തീരുമാനിച്ചു. നീ പോകാൻ തീരുമാനിച്ചല്ലേ? പോകാൻ തീരുമാനിച്ചു. എന്നെ കൊണ്ടുപോകത്തില്ലല്ലേ? ഇല്ല മാമ. മോളെ എന്നെ കാണിക്കുന്നത് ഇവിടെ പോണെന്ന് പറഞ്ഞു. ഇത് അവിടെ പോണെന്ന് പറഞ്ഞു. ആലപ്പുഴ പോവാ ഞാൻ. ആലപ്പുഴയിലല്ലേ പോണത്? പട്ടായ അല്ല, പട്ടായ അല്ല.
എവിടെയെന്ന്? പാട്ട് 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 പാടാൻ പോവാന്നാ പറഞ്ഞത്. കൂട്ടൊന്നും അല്ല, പട്ടായ. പട്ടായോ? പട്ടായാണോ നിങ്ങള് നടത്താൻ പോകുന്നത്? ഞാൻ മാത്രമല്ല, ഈ മാമനുണ്ട്. ഞാൻ അത്രയ്ക്കും വൃത്തികെട്ടവനാടാ ഞാൻ. എടാ, നിന്നെ പോലുള്ള ഒരു ആഭാസന്റെ കൂടെ ഈ ആവശ്യമുള്ള സ്ഥലത്ത് വരെ ഞാൻ ആരുടെ അല്ല, മാമനല്ലേ ഇത്? മോളെ, ഞാൻ നിമ്മോക്ക് തോന്നുന്നുണ്ടോ മോളെ? ഇയാളാണ് പ്ലാൻ ചെയ്തത്. ഒറ്റയ്ക്കാണ് പോവാൻ നിൽക്കണം. ആരോ? അല്ല, അപ്പൊ മാമ ഈ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് വന്നിട്ട് പോണം, ചേഞ്ച് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞതോ? അങ്ങനെ ഞാൻ പോകത്തില്ല മോളെ. ഞാൻ ഇതിട്ടെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ജസ്റ്റ് ഫോർ എ ഹൊറർ അത്ര. കള്ളത്തരം പറയുന്നു, കള്ളത്തരം പറയുന്നു. നീ എന്നെ ചതിക്കുകയായിരുന്നല്ലോടാ. നിനക്ക് പട്ടായം പോയിട്ട് ആരും കൂടെ കിടക്കണോടാ നിനക്ക്? നിനക്ക് ആരും കൂടെ കിടക്കണം? എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ പട്ടായക്ക് തന്നെ പോവാടി. എത്രയെന്ന് വെച്ചാൽ നിന്നെ സഹിച്ചിരിക്കുന്നത്. നീ ആരടി? ബ്രിട്ടീഷ് ഭരണത്തിലെ രാജാവോ? എന്നെ ഇട്ട് ഇങ്ങനെ നഗളിപ്പിക്കാനായിട്ട്. അപ്പൊ പട്ടായ്ക്ക് പോ നീ? ഞാൻ പട്ടായ്ക്ക് പോകും. ഓക്കെയാണ്? ഓക്കെയാണ്, ഞാൻ പട്ടായ്ക്ക് പോകും. നീ പോകും, ഒരു ഒന്നുമില്ല, ഞാൻ ഉറപ്പായിട്ടും പോകും. ഞാൻ ഉറപ്പായിട്ടും പോകും. ഞാൻ ഉറപ്പായിട്ടും പോകും. അവിടെ നില്ല്. ഞാൻ തള്ളും. പട്ടായ്ക്ക് പോണില്ലേ നീ? നീ അവിടെ പോ. പട്ടായ്ക്ക് പോകും. പട്ടായ്ക്ക് പട്ടായ്ക്ക് പോവും. പോകും. ഉറപ്പാണോ? ഉറപ്പായിട്ടും പോകും. പോവും. പോകും. പട്ടായ്ക്ക് ഇനി നീ പോ. പട്ടായ്ക്ക് അയ്യോ, കിട്ടിയല്ലേ നല്ലപോലെ. മോശമായി പോയിട്ടോ. ഒരുത്തനെ ഇങ്ങനെ എടുത്ത് ഇടിച്ചത്. അവന് ചിലപ്പോ ആഗ്രഹം ഉണ്ടാവും, അവനങ്ങ് പറഞ്ഞു വിടുമ്പോളെ അവള് പോട്ട്. എന്നെ ഇനി പട്ടായയിലോട്ട് വിടണ്ട. പിന്നെ നിന്നെ എങ്ങോട്ട് വിടണം? എന്നെ വല്ല പട്ടണയിലോട്ട് എടുത്ത് വെക്ക്. ഇനി ഇതിലും പേരാണ് നല്ലത്. പോടാ കാരായിറങ്ങി. പാവം ഈ അമ്മാവനെ കണ്ട് എനിക്ക് സഹതാപം സഹിക്കാൻ പറ്റുന്നില്ല ദീപു ചേട്ടാ. ഇത്രയും നല്ല വേഷമൊക്കെ കെട്ടി വന്ന് ആ പാവത്തിന് കൂടെ കൊണ്ടുപോകായിരുന്നു അല്ലേ? പ്രചോദേട്ടാ, മോശമായി പോയി കൊണ്ടുപോകാഞ്ഞത്. പിന്നെ ദീപു, വിഷ്ണു, ജാസ്മിൻ പൊളിച്ചടിക്കും. സൂപ്പർ ആയിരുന്നു. നമുക്ക് ഒരു ഇത്ര സമയമുണ്ട്. ആ സമയത്ത് ആൾക്കാരെ ചിരിപ്പിക്കുക, കൗണ്ടറുകൾ, നല്ല കൗണ്ടർ കൊടുക്കുക. ആ തീരുമാനത്തിൽ നിങ്ങൾ 3 പേരും അത് നിങ്ങൾ 100% ഗംഭീരമാക്കി അത് പെർഫോം ചെയ്യുക. അതിനകത്ത് ചിരിയില്ലാത്ത ഒരു പോർഷൻ പോലും നല്ല കൗണ്ടറുകൾ. ദീപു, ഞാൻ നിങ്ങളെ സമ്മതിച്ചു. കാര്യം ഇവിടെ വന്നതിന് ശേഷം തൊട്ട് ദീപുവിനെ എങ്ങനെയെങ്കിലും പട്ടായ്ക്ക് വിടണോ, ഈ അമ്മാവനെ എങ്ങനെയെങ്കിലും പട്ടായ്ക്ക് കൊണ്ടുപോകണം എന്നുള്ള നമ്മുടെ കൂടി തീരുമാനമായി. കാര്യം അത്രയ്ക്ക് പരവേശം മൂത്തൊരു അമ്മാവനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള കൗണ്ടറുകളെന്ന് വെച്ചാൽ നല്ല മീറ്റർ വെച്ച കൗണ്ടറുകളായിരുന്നു കേട്ടോ. കാര്യം ഈ ഗൂഗിൾ സെർച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ സ്പെഷ്യൽ കൈഡി തരുന്നത് അതിനകത്ത് ആ സഞ്ചിക്കകത്ത് വന്നതിന് ശേഷം തൂക്കട്ടയും ഇതും. അപ്പോൾ ചോദിക്കുന്നത് നിനക്ക് പെട്ടെന്ന് പോരാ, എനിക്ക് ചിലപ്പോൾ ഞാനുണ്ട്, എനിക്ക് ഇത്തിരി പണിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളുടെ കൗണ്ടറുകൾ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ പോയതിനു ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചും മസാജിനെക്കുറിച്ചും സ്പായെക്കുറിച്ചും ഒക്കെ ഈ ഒരു സ്കിറ്റിൽ നിങ്ങളുടെ 3 പേരുടെയും കോമ്പിനേഷൻ ഒരു ഉഗ്രം ഐഡിയ ആണ്. കാരണം അതിനകത്ത് എല്ലാ കൗണ്ടറുകളും. ഏതായാലും ഈ സ്കിറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ഗുണം ചെയ്യും. ഇതുപോലെ നല്ല നല്ല സ്കിറ്റുകൾ നിങ്ങൾ ഇന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ദീപു, എവിടെയായിരുന്നു? കുറേ ആയി കണ്ടിട്ട്. ദീപു, നേരത്തെ പറഞ്ഞ ട്രൂപ്പ് തുടങ്ങിയായിരുന്നു ഞാൻ. അതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ. ജാസ്മിൻ തകർത്ത് കേട്ടോ. ഒരു സന്തോഷം. ഇത് കഴിഞ്ഞപ്പോൾ ജാസ്മിന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. കാരണം ഒരു കോൺഫിഡൻസ് അല്ലേ, നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. ഇനിയും നല്ല സ്കിറ്റുകളായിട്ട് വരാം. ഇനി നമുക്ക് അടുത്ത ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. ഗംഭീരമായിരുന്നു. കാരണം തമാശകളൊക്കെ എന്താണെന്നുള്ളത് പ്രചോദ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ആഗ്രഹമല്ല, ഇത് ആക്രാന്തമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, സത്യം പറഞ്ഞാൽ നമ്മളും ആഗ്രഹിച്ചു പോട്ടെ. കാരണം ഇയാളുടെ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ട്രാജഡി പോലെയൊക്കെ തോന്നിയിരുന്നു. കാരണം ഇതൊരു പോണതൊരു നല്ല ഉദ്ദേശത്തിനല്ല എങ്കിൽ പോലും ആ ഒരു സമയത്ത്, കാരണം ഇത്ര ആഗ്രഹിച്ചു പോയൊരു മനുഷ്യനല്ലേ. ഒരുപാട് കോമഡികളുണ്ടായിരുന്നു. എവിടെയാണ് കോമഡി ഇല്ലാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഉഗ്രനൊരു സാധനം. വെർബലായിട്ടുള്ള കോമഡിയല്ല, അത് എന്ത് ആക്ഷനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഈ മോള് ഇവിടെ വന്നിട്ട് അമ്മാവനെ കണ്ടിട്ടില്ല, നിങ്ങൾ എവിടെ പോകണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇരുന്നതിന് ശേഷം അമ്മാവനാന്നപ്പോൾ പിന്നെ ഒരു മുഖത്തൊരു സാധനം വന്നിരുന്നത് നമ്മുടെ ദീപുവിൻ്റെ ഒരു സാധനം ഉണ്ടാകും. കാരണം എനിക്ക് തോന്നുന്നത് ഭയങ്കര എക്സ്പ്രഷൻസ് ഭയങ്കര വരുന്നത്. 2 സോങ് ഉള്ളത്. ആദ്യം ഒരു എൻട്രിക്ക് ഒരു സോങ്, കാരണം ഇയാളുടെ മനസ്സിൽ ഇതാണല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച ആ സോങ്. പിന്നെ രണ്ടാമതൊരു സോങ് കാണിച്ചത് ഗംഭീര സാധനം വരുന്നിട്ട് അത് തൂക്കട്ടെടുത്ത് നാട്ടിലെ സംഭവം ഇല്ലായിരുന്ന. പിന്നെ ആ കൊലശ്ശേരിയല്ലേ, അത് വെച്ചിട്ട് വയലിൻ വായിച്ചൊരു സംഭവം. കാരണം ഇയാളുടെ ദുഃഖം മുഴുവനും അതിനകത്ത് അങ്ങ് പ്രകടിപ്പിച്ച്. ദീപുവിൻ്റെ ഒരു വിളയാട്ടം കണ്ടിട്ട് കുറേ നാളായി. ദീപു അങ്ങനെ വിളയാടി കഴിഞ്ഞാൽ ആ സ്കിറ്റ് സ്വർണ്ണമായിരിക്കും ഉള്ളത്. ഭയങ്കര, കാരണം അങ്ങനെയാണ് ഇവിടെ ചെയ്തു വെച്ചാക്കണത്. അങ്ങനെയാണ് വന്നപ്പോഴൊക്കെ കുറെ സ്കിറ്റുകൾ പൊളിഞ്ഞു പോയി. നമുക്ക് മാനസികമായിട്ടും ഭയങ്കര, നമ്മളിത് പുറത്തിറങ്ങുമ്പോഴാണ് ആൾക്കാർ ചോദിക്കുന്നത് കൂടുതലും. അവർ നമ്മുടെ സ്കിറ്റിനെ
എന്ത് കുറഞ്ഞു പോയി അല്ലെങ്കിൽ എന്ത് പറ്റി എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് കുറയുന്നതാണ് അവർക്ക് പ്രശ്നം. അത് പ്രശ്നമല്ല, കാരണം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവർ നമ്മളടുത്ത് ഇങ്ങനെ പറയുന്നത്. അപ്പം നമുക്കത് ഭയങ്കര സങ്കടമാണ്. അപ്പം നമുക്ക് ഒരെണ്ണം ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ചെയ്യുന്നതൊക്കെ ഞാൻ എന്നിട്ട് വീട്ടിൽ അങ്ങനെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട, കുറച്ച് നാളത്തേക്ക് പോകണ്ടെന്ന് പറയാൻ സത്യം അങ്ങനെ ഒരു വിളയാടി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആയിരിക്കും, കത്തിച്ചിട്ടേ അടങ്ങുള്ളൂ. ഗംഭീര സാധനം, ക്ലൈമാക്സ് വളരെ ഗ്രാൻഡ് ആയിരുന്നിട്ടാ. ഓൾ ദ ബെസ്റ്റ്, അടിപൊളി, സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് ഇക്കയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം അല്ലേ? നല്ല രസമുള്ള സ്കിറ്റ്. അതായത് കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളിൽ നിന്ന് ഇത്ര മനോഹരമായ സ്കിറ്റ് പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ എൻ്റെ പ്രതീക്ഷ നശിപ്പിച്ചു കളഞ്ഞു. അതേപോലെ മനോഹരമാക്കി നിങ്ങൾ 3 പേരും. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. അപ്പൊ നമ്മുടെ കാര്യക്കാരുടെ മനസ്സ് നിറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി സ്കോഴ്സിലേക്ക് പോവാം. ബിഫോർ ദാറ്റ് നിങ്ങൾ പോയിട്ടുണ്ടോ? പട്ടായ ഐലൻഡ് പോയിട്ടുണ്ടോ? ദീപചേട്ടൻ ഇങ്ങനെ കാണിക്കുന്നേ അപരാധം ചോദിച്ച പോലെ. അല്ലല്ല, രണ്ടർത്ഥം ഉണ്ട് അതിനകത്ത്. പട്ടായ പോകാൻ തെറ്റൊന്നുമില്ല കേട്ടോ. പട്ടായ നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. അവിടെ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രം. പട്ടായ വളരെ നല്ല സ്ഥലമാണ്. പോണം. എന്തായാലും നമുക്കിനി മാർക്കിലേക്ക് പോവാം. നിങ്ങൾക്ക് 3 പേർക്ക് പട്ടാക്കി പോകാനുള്ള കാശ് ഇവിടുന്ന് കിട്ടുമോ എന്ന് നമുക്കറിയാം. സോ ലെറ്റ് മീ ബിഗിൻ വിത്ത് നമ്മുടെ സ്വന്തം ബിജുകുട്ടൻ ചേട്ടൻ. ഞാനൊരു 30,000 രൂപ. ഓക്കെ. ഇക്ക ഞാനൊരു 45,000 രൂപ തരിക. ഓക്കെ. അപ്പൊ ഒരാളും കൂടെ നമുക്ക് മാർക്ക് തരാനുണ്ട്. ബൈ ദ വേ ഓഡിയൻസ് ഒക്കെ അവിടെ സ്റ്റാൻഡിങ് ഒവേഷനാണ് തന്നിരിക്കുന്നത്. ഓൾറെഡി സിൽവർ പഞ്ച് അടിച്ചു. എന്നാലും നമ്മുടെ ഒരു വഴക്കത്തിന് എപ്പോഴും ഉള്ള ഒരു രീതിയില് പ്രചോദേട്ടാ. അല്ല, വഴക്കത്തിനല്ലേ ഇത് ഞാൻ പറഞ്ഞത്. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണ്. നിങ്ങൾ അവിടെ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് കുറയാന്നുള്ളതല്ല, നിങ്ങളുടെ മാർക്ക് കൂടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. നിങ്ങളിനി ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോവാ. ഇനി വേറൊന്നും പറയണ്ട. പട്ടായ ഇതാ, ഇനി ടിക്കറ്റ് എടുത്ത് പോക്കോളൂ. ഇതാ പട്ടായ്ക്ക് പൊക്കോ. It's a golden punch. 1,20,000 രൂപ. എന്താണ് മനസ്സിലിപ്പോ? ഭയങ്കര സന്തോഷം. അയ്യോടാ. കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം വന്നതിന് ശേഷം ഞാൻ വിചാരിച്ച ആ ഒരു സിൽവർ പഞ്ച് എനിക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴെനിക്കിത് കിട്ടിയപ്പോൾ ഒരുപാട് അഭിമാനം കൊള്ളുന്നു. വിഷ്ണു, അത് ഇനി അടുത്ത ദുഃഖം വിഷ്ണുവിന്റെ ആണ്. വിഷ്ണുവിന്റെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ദ്വീപിലേക്ക് വരാം. വിഷ്ണു ചേട്ടാ, ഞാനിപ്പോൾ ഭയങ്കര എനിക്ക് കൈകാലൊക്കെ വിറയ്ക്കുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ നേരത്തെ ഗോൾഡ് ഉണ്ടായെന്ന് വെച്ചാൽ ഗോൾഡ് ഉണ്ട്. പക്ഷേ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ഗോൾഡ് കിട്ടാൻ ഒരുപാട് നാളെ കേട്ടോ, ഒരുപാട് നാളെ. എൻ്റെ ശരി ഒരു 6-7 മാസമായി ഞാനൊരു ഗോൾഡ് പഞ്ച് അടിച്ചിട്ട്. പക്ഷേ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അത് ദീപചേട്ടന് എൻ്റെ എന്നൊരു കഥയുണ്ട് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് ആദ്യമായിട്ട് ഒരു ചാനലിൽ ഒരു അവസരം കിട്ടിയപ്പം ഞാനതിൽ ദീപചേട്ടനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും അതിനുവേണ്ടി ട്രൈ ചെയ്ത് ദീപചേട്ടനെ കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓടിയിട്ടുണ്ട് വേറൊരു ചാനലിൽ. അപ്പം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ആദ്യം ചെന്ന് എൻ്റെ കാര്യം, ചേട്ടാ ഞാൻ ചേട്ടനെ കാണാനാണ് ആദ്യം വന്നത്, ഞാൻ വലിയ ഫാനാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്റ്റേജിൽ എനിക്ക് ചേട്ടൻ്റെ കൂടെ ഇവിടെ ഒരു സ്കിറ്റ് കളിക്കാൻ പറ്റുന്നത് അത് വലിയൊരു ഭാഗ്യമാണ് എനിക്ക്. പിന്നെ ചേട്ടാ അതുപോലെ തന്നെ ഇപ്പോഴും ഒരു സ്കിറ്റ് താന്നു പോകുമ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് നമ്മുടെ അർജുൻ സാർ, ഷോ ഡയറക്ടർ. ഇതിലെങ്കിലും കയറി വരണം, ഇതിൽ നീ സെറ്റാകണം എന്ന് ഒരു ആത്മവിശ്വാസം തന്ന്, മോട്ടിവേഷൻ തന്ന്, അവസാന നിമിഷം പോലും മോട്ടിവേഷൻ തന്ന് ഇങ്ങോട്ട് കയറ്റി ഒരു അർജുൻ സാറാണ്. ഓഡിയൻസ്, ജഡ്ജസ് എല്ലാവരും ഈ ഫ്ലോറിൽ ഒരു നിറഞ്ഞ ചിരി ഞാൻ കേട്ടിട്ട് ഒരുപാട് നാളായി. അത് ഇവരുടെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്നെ ഇതിൽ സഹായിച്ച ഞങ്ങളുടെ അമൽ, അവനും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. ദീപു ചേട്ടനും. ദീപു ശരിക്കും ഈ പറഞ്ഞ കണക്ക് തന്നെ കുറേ സ്കിറ്റുകൾ ഇങ്ങനെ പൊളിഞ്ഞിരുന്ന സമയത്ത് എൻ്റെ മോക്ക് 2 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവള് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ്റെ കോമഡി കൊള്ളാം, അപ്പം ഞാൻ കളിയാക്കുവാണോ? കാരണം ആ സമയത്ത് കുറേ സ്കിറ്റുകൾ പൊളിഞ്ഞായിരുന്നു. അപ്പം ഈ ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ മോനും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ചാവും ഉമ്മാ പോകുന്നു ഒരു സിൽവർ അടിയച്ച. കാരണം അവൻ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് പിള്ളേർ ഇത് നിന്റെ അച്ഛൻ ഇതുവരെ സിൽവർ അടിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അന്ന് എനിക്കൊരു ഇതിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ 2ാമത്തെ മോക്ക് വേണ്ടി ഞാൻ നമുക്ക് ഇവിടെ നിന്ന് പിന്നെ ഒരു സന്തോഷത്തോടെ ഒരു സ്കിറ്റ് നല്ല രീതിയിൽ കളിച്ചെന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് അതാണ് എൻ്റെ. കാരണം നമ്മൾ ഓരോ സമയത്ത് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ തല കുനിഞ്ഞ് ഇനി എന്താണെന്ന് അറിയില്ല, എന്നാലും നമ്മൾ പോകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് കുറേ നാൾ തൊട്ട് അങ്ങനെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കുറച്ച് നാളൊന്നും വീട്ടിലിരിക്കാം, പക്ഷെ വീട്ടിലിരുന്ന വേറെ പണിയില്ല, എന്ത് ചെയ്യും? ബിജുകുട്ടൻ ചേട്ടാ, അവിടെ ജാസ്മിന്റെ കൈ ഇങ്ങനെ ഇതാവുന്നു. ഞാനൊരു ഹഗ് കൊടുക്കട്ടെ ആ ടെൻഷൻ ഒന്ന് മാറ്റാനായിട്ട്. പാവം, കൺഗ്രാറ്റുലേഷൻസ്.
ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി 3 പേർക്കും ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ഗോൾഡൻ പഞ്ചടിച്ചിരിക്കുകയാണ് 1,20,20,000 രൂപയുടെ. ഇനിയും ഇതിനു മുകളിൽ ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് നമ്മുടെ കാര്യക്കാർക്കും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനും. താങ്ക് യു. ചിരിക്കാൻ എല്ലാവരും റെഡിയല്ലേ? റെഡിയാണെങ്കിൽ നമുക്ക് അടുത്ത ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ് മീ വെൽക്കം രജു, ഷൈജു ആൻഡ് മാളു. എന്താ മുത്തശ്ശി മിണ്ടരുത്. ഈ ഫ്ലോറിൽ വന്നിട്ട് മിണ്ടരുതെന്നാ? ഇവിടെ എന്തെങ്കിലും മിണ്ടിയാലേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അതല്ല, ഇല്ലത്തെ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ആചാരങ്ങൾ ലംഘിച്ചിരിക്കണു. എന്താ മുത്തശ്ശി പറയുന്നത്? കാവില് വിളക്ക് വെക്കുന്നില്ലേ? കാരണവന്മാർക്ക് പൂജ ചെയ്യുന്നില്ലേ? മുടങ്ങിക്കിടന്ന ക്ഷേത്ര ഉത്സവങ്ങളെല്ലാം നടത്തുന്നില്ലേ? അതൊന്നല്ല, പിന്നെ മാസാമാസം അനുഷ്ഠിച്ചു വരുന്ന ആചാരം തെറ്റിയിരിക്കണു. എന്താ അത്? ഇതിന് നെറ്റ് തീർന്നിട്ട് 1 മാസമായി. നീ ഇത് റീചാർജ് ചെയ്ത് തന്നിട്ടുണ്ടാ? എന്തിനാ ചാർജ് ചെയ്തിട്ട്? എനിക്ക് റീൽസ് അയ്യേ, അങ്ങനെ നീ എന്നെ പുച്ഛിക്കൊന്നും വേണ്ട. എനിക്ക് യൂട്യൂബിൽ 999 സബ്സ്ക്രൈബ്സ് ഉണ്ട്. എന്റെ പൊന്നു മുത്തശ്ശി, ഒരു സബ്സ്ക്രൈബറും കൂടെ ആയിക്കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ കാര്യം പൂർണ്ണമായി. കാലൻ അതും പറയാണ്ട് എനിക്കത് ചാർജ് ചെയ്ത് തരുന്നുണ്ടോ? പിന്നെ എനിക്ക് ഇവിടെ ചാർജ് ചെയ്യാൻ പൈസ ഇല്ല. അപ്പഴാ മുത്തശ്ശിക്ക് ഞാനേ പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം. ഈ രാത്രിയില് നീ തെങ്ങോട്ട് പോണേ? ഞാൻ തെക്ക് ദേശത്തോട്ട് പോണു മുത്തശ്ശി. അതെന്തിനിപ്പോ തെക്കോട്ട് പോണേ? അറിഞ്ഞില്ലേ, വടക്ക് ദേശത്തെ കള്ളിഷാപ്പ് ഇപ്പൊ തെക്ക് ദേശത്തോട്ട് മാറ്റിയിരിക്കുന്നു. ഒന്ന് മിനിങ്ങിട്ട് വരാം. ശിവ ശിവ, ഇല്ലത്ത് മദ്യപാനോ? ഈ ചെക്ക ഇല്ല മുടിക്കും. കിട്ടുന്നേ പോയി വരുമ്പോ ഒരു മൂപ്പനെയും കൂട്ടിക്കോ. എന്നാ വടക്കോട്ട് പോകാം. നീ തെക്കോട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ വടക്കോട്ട് പോണേ? വടക്ക് ഭാഗത്തിലെ കാട് മൂപ്പരെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ശുംബൻ അതല്ല പറഞ്ഞത്, മൂത്ത കള്ളും കൂട്ടിങ്ങിട്ട് പോരേന്ന്. എന്റെ പൊന്നു മുത്തശ്ശി, നിങ്ങൾ ഇങ്ങനെ കള്ളു കുടിച്ച് മൂത്ത് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ദേശത്തുണ്ണി വരുന്ന അറിയത്തില്ല. ദേഹത്തുണ്ണി വന്ന ഡോക്ടറെ കണ്ട് കരിയിച്ചാണ്ട് കളയണം. കരിയിച്ച് കളയുന്നത് പാലുണ്ണി, ഞാൻ പറഞ്ഞത് കള്ളനുണ്ണി. പണ്ട് തൊട്ടേ അവന്റെ ലക്ഷ്യം നമ്മുടെ ഇല്ലവാണേ. അങ്ങനെയാണെങ്കിൽ ആ എലിപ്പെട്ടിയുള്ള കപ്പ കഷ്ണം എടുത്ത് മാറ്റി വെക്കണം. അതെന്തിനാ? ഈ ഇല്ലത്തിന് ബാക്കി അതല്ലേ ഉള്ളൂ. സത്യം. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എന്റെ പ്രാണനിൽ അലിയൂ വേഗം. ഒരു എൻട്രി പഞ്ചിന് വേണ്ടി ചാടിയതാ ചന്തയാണല്ലോ ഈശ്വരാ പഞ്ചറായത്. മൂങ്ങകൾ മൂളുന്ന ശബ്ദം, പക്ഷികൾ ചിറകട്ടടിക്കുന്നു. ഇത് തന്നെ മൂട്ടിക്കാൻ പറ്റിയ സമയം. ആഹാ, ഇവിടുന്ന് സ്പോട്ട് അപ്പ് ചെയ്ത് മനുഷ്യനെ കളിയാക്കുമായിരുന്നു. മടിശീലയിലെന്തുണ്ട്? മടിശീലയിലൊന്നുമില്ല, മടി ഒരു ശീലാക്കി ടെക്കവൻ. ഇങ്ങോട്ട് പറയും, എവിടെ ചെന്നാലും കാണും ഇതുപോലൊരു ചെതറി പിടിച്ച കളവി. സത്യം പറ, ഇവിടെ പുരാവസ്തുട്ട് എന്തുണ്ട്? ഈ ഇല്ലത്തുള്ള ആകെയുള്ള പുരാവസ്തുവാണ് ഈ നിൽക്കുന്ന മുത്തശ്ശി. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ ഈ കായംകുളം കൊച്ചുണ്ടി എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ വീടിന്റെ അടുത്തുനിന്ന് 1.5 കിലോമീറ്റർ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വവ്വാക്കാവുന്ന സ്ഥലമുണ്ട്. അവിടെ ജനിച്ചൊരു കള്ളനാണ് ഞാൻ. പേര് ഉണ്ണിക്കുട്ടൻ. കള്ളൻ ആരെങ്കിലും ഉണ്ണിക്കുട്ടന്ന് പേരിടോ? കള്ളനല്ല ഉണ്ണിക്കുട്ടാന്ന് പേര്. ഞാൻ ഇട്ട പേരല്ല, എന്റെ അച്ഛനും അമ്മയും ഞാൻ ജനിച്ചപ്പോ ഇട്ട പേരാ. അവർക്കറിയാമോ ഞാൻ വലുതാകുമ്പോ കള്ളനാവൂന്ന്? അല്ല പിന്നെ ഉണ്ണിക്കുട്ടാ, മോഷ്ടിക്കണൊക്കെ പാപല്ലേ കുട്ടിയെ? മോഷ്ടിക്കുന്നൊന്നും വലിയ പാപമൊന്നും അല്ല. ഞാനൊരു കാര്യം ചെയ്തു പറഞ്ഞാൽ ഉള്ളടത്തുനിന്ന് മൂട്ടിച്ചിട്ട് ഇല്ലാത്തടത്ത് കൊണ്ട് കൊടുക്കും. എന്നാ പിന്നെ കുറച്ചേ ഉള്ളടത്തുനിന്ന് കണ്ട് കൊണ്ടുവരുന്നില്ലേ? ഇവിടെ ഒന്നും ഇല്ലേ? ഇങ്ങനെ സെന്റിമെന്റ്സ് പറഞ്ഞ എന്റെ റൂട്ട് തെറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ഇവിടെ എന്തെങ്കിലും പോകുള്ളൂ. ഒന്നും ചെയ്യണ്ട, തിക്ക് കൂട്ടട്ടെ കുട്ടിയെ. ഇവിടുത്തെ അച്ഛൻ തമ്മരെ വേലിക്ക് കെട്ടിത്തന്നതാ. 10-15 പവൻ കാണും. ഇതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടോളൂ. അമ്മ കടത്തിലിട്ടോ.
അത് കഴുത്തിലിട്, അത് കഴുത്തിലിട്. കള്ളനാണേലും ഗുരുത്തമുള്ളവരാ. ഞാൻ വാങ്ങിക്കോളാം. ഇവിടെ താണല്ലേ മാല, വാങ്ങിക്കാളെ. ഇങ്ങനെ മേടിക്കുമ്പോഴാട്ടോ എനിക്കൊരു മൂഡ് വരുള്ളൂ. അതുകൊണ്ടാണ് ഒന്നും ഇങ്ങനെ തേക്കണ്ട കുട്ടി. ആ അച്ഛൻ തമ്പരാനാ തേച്ചത്. എന്തേ ഇത് മുത്കൊണ്ടമാണ്, ഇത് കൊണ്ടുപോകപ്പെടുന്നു. ഉണ്ണി കത്തി വീശിയ ഇവിടെ കിടന്ന് വിറയ്ക്കും. വിറയ്ക്കും. പിടിച്ച് കൈ പിടിച്ച്. എന്താ പറ്റിയേ? ഓ എന്താ പറ്റിയേ? ഈ ഇടയായിട്ട് ഭയങ്കര വിറവല മുത്തശ്ശി കൈക്ക്. എന്താ ഉണ്ടായേ? ഒന്നും പറയണ്ട മുത്തശ്ശി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ മൂട്ടിക്കാൻ വേണ്ടി ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരുടെ വാതിലുണ്ടല്ലോ, എന്റെ കയ്യിലിരിക്കുന്ന കമ്പി കൊണ്ട് അവരുടെ താക്കോൽപ്പഴത്തിലൂടെ ഞാൻ ഇങ്ങനെ കുത്തി വരച്ച് നേരം വെളുത്തുന്നേ. എന്നിട്ട് അയാൾ രാവിലെ വന്നിട്ട് 1200 രൂപ എടുത്ത് എന്റെ കയ്യിലേക്ക് ഓണർ തന്നു. അതെന്തിനാ? അവരുടെ വാതിൽ പുതിയൊരു ചിത്രപ്പണി ചെയ്തെന്നും പറഞ്ഞിട്ട്. ആലോചിക്കും അമ്മ, ഈ പൂച്ച തല്ലി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പറയ്ക്കുവോ? പൂച്ചനെ തല്ലിയ കൈ വറയ്ക്കും. അപ്പൊ ഇതിനെന്താ പ്രതിവിധി? അത് കെട്ടനോട് ചോദിക്കുക. എന്താ കെട്ടോണ്ട് ചേട്ടന് പ്രതിവിധിയുള്ള? ഈ കത്തി ഒന്ന് മാറ്റിയിട്ട് എന്റെ വിറവല് മാറ്റായിരുന്നു. ചേടാ കൊണ്ടുവാ. വിറവല് മാറ്റായിട്ട് എന്റെ കൂടെ തെക്ക് ദേശത്തോട്ട് വരിക. തെക്ക് ഷോട്ട് വന്നു കഴിഞ്ഞാൽ 2 കുപ്പി കള്ളടിച്ച് കഴിഞ്ഞാൽ എല്ലാ വിറവലും അങ്ങ് മാറും. ഡ്യൂട്ടി ടൈമിൽ കള്ളു കുടിക്കാൻ ഞാൻ പോലീസല്ല, കള്ളൻ. കണ്ടുപടിക്ക് കിട്ടുന്നേ. കള്ളനായിട്ട് കള്ളു കുടിക്കണില്ല. ഉണ്ണിക്കുട്ടാ ഇരിക്കുക. ഞാനൊരു കള്ളനാണ്. ആയിക്കോട്ടെ, അതിനെന്തായിരിക്കുക? മുത്തശ്ശനും അടിക്ക് എടുക്കുക. മോനെ രാത്രി എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. കിട്ടുന്നേ ഓ കള്ളനാണെങ്കിലും ഇച്ചിരി കഞ്ഞി എടുത്തോളാം. ഞാൻ കൊണ്ടുവരത്തില്ല. അതെന്താ? എന്നിട്ട് വേണം കള്ളന് കഞ്ഞി വെച്ചെന്ന പേര് എനിക്ക് വരാൻ. ശുംഭൻ വിഷമിക്കണ്ടാട്ടോ. അവ അങ്ങനെ പലതും പറയും. അല്ല ഉണ്ണിക്കുട്ടന്റെ വേലി കെട്ട് കഴിഞ്ഞായിരുന്നു? പിന്നെ വേലിയൊക്കെ മാറ്റി ഞാനിവിടെ വല്ല കിടിലും മതിൽ കെട്ടി കഴിഞ്ഞു. അതല്ല മുത്തശ്ശി ചോദിച്ചതേ, മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നോ? കല്യാണം കഴിഞ്ഞ് 7 മക്കളും ഉണ്ട്. ഇപ്പൊ 8ാമത്തതാണ്. ഇതൊക്കെ നിർത്തിക്കൂടെ? ഇത് എന്നാ മുത്തശ്ശി അവള് എന്നോട് പറയണത്? എന്ത്? ഇതൊക്കെ അങ്ങ് നിർത്തിക്കൂടെ? ശുംഭൻ അതല്ല പറഞ്ഞത്, മോഷിക്കാൻ പോണാണ്ട് നിർത്തിക്കൂടെയെന്ന്. മുത്തശ്ശി, ഉണ്ണിക്കുട്ട മൂട്ടിക്കാൻ തുടങ്ങി ഇന്നൊന്നുമല്ല, 5ാമത്തെ വയസ്സിൽ മൂട്ടിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. അറിയാവോ? അത് പൊന്നും പണ്ടും മണമൊന്നുമല്ല. വിശപ്പകറ്റാൻ വേണ്ടി ഒരു കഷ്ണം ബണ്ണ്, ഈ ബണ്ണും എടുത്തുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികൾക്കിടയിൽ ഓടിക്കുന്നോടുമ്പോ എന്റെ കാലിന് തെറ്റി ഞാൻ അറിയാതെ വീണു. ആ ബണ്ണും വീണു. ഒരു മഹാമനുഷ്യൻ ആ ബണ്ണ് വന്നെടുത്തിട്ട് ആ പൊടി തട്ടിയിട്ട് പറഞ്ഞു, അത് എന്നോട് പറഞ്ഞ ഡയലോഗ് മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി? KGF ഞങ്ങളും കണ്ടതാണേ. അസലായിട്ട് സിനിമ ഡയലോഗ് പറയുന്നുണ്ടല്ലോ. ഈ സിനിമയായിട്ട് വല്ല ബന്ധമൊക്കെ ഉണ്ടോ? സിനിമയായിട്ട് എനിക്ക് തീർത്താത്ത ബന്ധമല്ലേ ഉള്ളൂ. എന്ത് ബന്ധം? ഇവരെല്ലാം സിനിമ കാണാൻ പോണ സമയത്താണ് ഞാൻ അവരുടെ വീട്ടിൽ കയറി മോട്ടിക്കണം. ഉണ്ണിക്കുട്ടാ, ഈ മോഷ്ടിക്കാൻ പോകുമ്പോഴേ കുതിരപ്പുറത്ത് പോകണ്ടെന്ന് പറയുന്നത് സത്യമാണോ? പിന്നെ എന്നെ ഒരു കല്യാണമല്ലേ വിളിച്ചേക്കണം. ഞാൻ ഇന്ത്യക്കാർ പോണല്ലോ കുതിരപ്പുറത്ത് പോകാൻ വേണ്ടി. എന്റെ പൊന്നും മുത്തച്ഛൻ, ഞാൻ മോട്ടിക്കാൻ വേണ്ടി പോണതാ. ഈ മോട്ടിക്കാൻ പോകുമ്പോൾ ഒച്ച ഉണ്ടാക്കിട്ട് പോകാൻ ഞാൻ ആ വീട്ടുകാരല്ല, ആ നാട് മൊത്തം ഉണരൂലേ? അപ്പൊ നീ മോട്ടിക്കാൻ പറ്റുമോ? കക്കാൻ പഠിച്ചാൽ നിക്കാൻ പഠിക്കണം. കക്കാൻ പഠിക്കാം, നിക്കാൻ പറ്റത്തില്ല. അതെന്താ? കാലം നിറച്ച ആണിയാ. മഴക്കാല വല്ല തുരുമ്പ് പിടിക്കാൻ സൂക്ഷിച്ചോ. ഞാനിത് പ്രൈമർ അടിച്ചൊക്കെ സൂക്ഷിച്ചോളാം. എന്ത് പറഞ്ഞാലും തോന്നിയോ കള്ളനുണ്ണിയേ, എനിക്ക് വേറൊരു സംശയം. കല്യാണം കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞതുമാണ് പിരിഞ്ഞതുമാണ്. എങ്ങനെ പിരിയാതിരിക്കും? ഇതിനു വേണ്ടി സംശയമല്ലേ ഉള്ളി കിടക്കണം. ഞാൻ പറയുന്നോന്ന് കേക്കുക. ഈ കായംകുളം കൊച്ചുണ്ണിയൊക്കെ ഈ മോട്ടിക്കാൻ പോകുമ്പോ ഈ ഉടുമ്പിനെ കൊണ്ടുപോലും എന്താ അതിന്റെ ശാസ്ത്രം? ഞാനും കൊണ്ട് എന്റെ ഉണ്ട് ഉടുമ്പ്. ആ ശാസ്ത്രം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ വലിയ വലിയ നിലയുടെ മേളിലാണല്ലോ മൂട്ടിക്കുന്നത്. ഞങ്ങൾ ഈ ഉടുമ്പിനെ കൊണ്ടുപോയിട്ട് ഉടുമ്പിനെ അങ്ങ് എടുത്തെറിയും. അപ്പൊ ഈ ഉടുമ്പ് ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അതിന്റെ വാലെ പിടിച്ച് കയറി മോട്ടിക്കും. അതാണ് പതിവ്. അല്ല, ഉടുമ്പിനെ ഇപ്പൊ കണ്ടില്ലല്ലോ. അതെന്താ പറയാ മുത്തശ്ശി, കഴിഞ്ഞ ആഴ്ച അളിയനും പെങ്ങളും കൂടി വീട്ടിൽ വന്നായിരുന്നേ. അപ്പം അളിയൻ വന്നപ്പോൾ ഒരു ഫുള്ളും കൊണ്ടാ വന്നേ. അപ്പൊ ടെക്സിക്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ടെക്സിസ് മേടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം ഈ അളിയൻ ആ ഉടുമ്പിനെ വറുത്ത് കഴിച്ചെന്നേ. അല്ല പിന്നെ അപ്പൊ ഇപ്പൊ മോട്ടിക്കാൻ പോകുമ്പോ എന്താ ചെയ്യുന്നേ? ഉടുമ്പിന് പകരം അളിയനെ എടുത്ത് ഞാൻ ഭിത്തിയിലിറങ്ങിയിട്ട് അളിയന്റെ കാലെ പിടിച്ച് കയറിയിട്ടാണ് ഞാൻ മൂട്ടിക്കണത്. ഉണ്ണിക്കുട്ടാ, അല്ല നിങ്ങൾ പാരമ്പര്യമായിട്ട് മോഷണത്തിന്റെ ആൾക്കാരാണോ? അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ കള്ളൻ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ആനപ്പാപ്പന്മാരാ. ആനപ്പാപ്പനാ. ഈ പാപ്പാന്റെ കാര്യം, നമ്മുടെ പണ്ട് തൃപ്പൂണിത്തറ ഉത്സവത്തിന് എന്റെ അപ്പൂപ്പനാണ് ആനയെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആനയെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഒരു ആനയ്ക്ക് മതവിളക്കി. നമ്മൾ ഈ ഫേസ്ബുക്കിലേക്ക് കാണുന്ന പോലെ ആന ഇങ്ങനെ വീട് പൊളിച്ചും കട പൊളിച്ചും ഓട്ടോഷയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിങ്ങനെ വരുക. അപ്പൊ തന്നെ എന്റെ മുത്തശ്ശൻ അവിടെ വന്നിട്ട് മുണ്ടു മടക്കി കുത്തി മോഹൻലാലിനെ പോലെ എന്നിട്ട് പറഞ്ഞ്, എടാ കുട്ടിശേഖര അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ആന അവിടെ നിന്നോ? ആന അവിടെ നിന്നിട്ടാണ് മുത്തച്ഛനെ തുമ്പിക്കൊണ്ട് എടുത്തു ഒറ്റ ഏറെ. പിന്നെ വേറൊരു കാര്യം, മുത്തച്ഛൻ ചെന്ന് വീണത് KCBയുടെ ട്രാൻസ്ഫോമറില്ല. ഇപ്പൊ KCBക്കാർ അതിന്റെ ഉപചാര സ്മരണയായിട്ട് ഇപ്പോഴും അപ്പന്റെ ഫോട്ടോയും വെച്ച് അതിന്റെ അപ്പന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കള്ളത്തരം പറയാതിരിക്കാ. ഇങ്ങനെ ഇരിക്കണ അപായ. അപായ അല്ല, എന്റെ അപ്പന്റെ പേര് ഷോർട്ട് എഴുതി വെച്ചേക്കണതാ. എന്താ അപ്പൂപ്പന്റെ പേര്? അപ്പുക്കുട്ടൻ പാളയം. കലിക്കാലം എന്നല്ലാണ്ട് എന്താ പറയാ.
അതെന്തോ മുത്തശ്ശി? തളിർവെറ്റിലയാ, വെറ്റില ചെല്ലത്തില്. മോനെ കേട്ടിട്ടില്ലേ? തളിർവെറ്റിലയുണ്ടോ വഴിവയ്ക്കിൽ വിൽക്കാൻ. ഈ തളിർവെറ്റില ഇങ്ങനെ എടുത്തിട്ട് ഇതിന് തുണ്ടൻ കഷ്ണം നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിക്കണം. നമ്മൾ മുറുക്കുണ്ടെന്നുള്ള വിവരം തലയ്ക്ക് അറിയിക്കണേ. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തിയിട്ട് ഇച്ചിരി ചുണ്ണാമ്പൊക്കെ ഇങ്ങനെ പുരട്ടി 2 കഷ്ണം അടക്കണോ വാഴയിട്ടിടോ നാളെ മടക്കിട്ടോ ആക്കിയിട്ട് എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. കുഞ്ഞു വെച്ചോ. ചേട്ടനും പറ്റില്ല ചുണ്ണാമ്പ് തേക്കുവാണോ? ഓ ഒന്നുമില്ല, ഡയലോഗ് ഇല്ലാത്തോണ്ട് ഇവിടെ നിന്ന് പുഴുകുന്നോണ്ട് റീല് കണ്ടോണ്ടിരിക്കുക. അയ്യോ അയ്യോ മുത്തശ്ശി വാ പൊള്ളുന്നു, വാ പൊള്ളുന്നു, വാ പൊള്ളുന്നു. അത് ആദ്യമായിട്ട് മുറിക്കാനാ. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വേഗം പോട്ടോ, വേഗം പോട്ടോ, വേഗം പോട്ടോ. തുണി ഇവിടെ കോടാന് കോടി സ്വത്തുകളുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ നോക്കണോ, ഞാൻ ആ തള്ള മലപ്പുറം പറഞ്ഞു വിട്ടാ. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 50-50 സെറ്റാണോ? മുത്തശ്ശി സമ്മതിക്കത്തില്ലെന്നേ. എന്റെ പൊന്നടാ, മുത്തശ്ശിക്ക് എന്തിനാണ് ഇപ്പൊ ഈ സ്വർണം ഈ സമ്പാദ്യം? നമുക്കെടുത്ത 50-50 ആക്കാന്ന്. ഞാനൊന്നും പറയട്ടെ, എല്ലാ സ്വത്തുവകളും സൂക്ഷിച്ചിരിക്കുന്ന നിലവറയില്ല, പക്ഷെ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ലെന്നേ. ആ നിലവറ എനിക്കൊന്ന് കാണിച്ചു തന്നാ പോരെ, ഞാൻ കയറി എടുക്കത്തില്ലേ? ഇങ്ങനെ കേറാൻ പറ്റത്തില്ല. അതെന്താ? ആ നിലവറയിലാണ് മുത്തശ്ശി തൂങ്ങി മരിച്ചത്. എന്താ? ആ നിലവറയിലാ മുത്തശ്ശി തൂങ്ങി മരിച്ചത്. അങ്ങനെ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഇത്ര നേരം ഞാനത് സംസാരിച്ചിട്ടല്ലേ മുത്തശ്ശി പോയത്, എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. വെള്ളം എടുക്കാൻ പോയതല്ലേ? വെള്ളം എടുക്കാൻ പോയതല്ല, ഇതിനു മുൻപ് വന്ന കള്ളന്മാരുടെ ചോര എടുത്തോട്ട് വന്ന് കാണിക്കാൻ പോയതാണെന്ന്. അത് പ്രേതമാണെന്ന്. തനിക്കെന്നുള്ള ഉറപ്പ്? എനിക്ക് ഉറപ്പാ. ആ നിലവറയുടെ തൊട്ടപ്പുറത്തെ മുറിയിലാണ് ഞാൻ വിഷം കഴിച്ച് മരിച്ചത്. 10 ദിവസമായിട്ടുള്ളൂ. തൊട്ട് നോക്ക്, ചൂട് മാറിയിട്ടില്ല. സോ നമുക്കിനി നേരെ നമ്മുടെ കാര്യക്കാരുടെ അടുത്തേക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സ്കിറ്റ് എന്ന്. സോ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ബിജുകുട്ടൻ ചേട്ടൻ. റജു, മാളു, ഷൈജു നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് ഭയങ്കര അവതരണം, നിങ്ങളുടെ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടിലൻ അവതരണം ഉണ്ടാ. കാരണം പടപടയെന്ന ഡയലോഗുകൾ വന്നത് ഒരൊന്നും മെമ്മറിയിൽ ഇല്ലാത്തതില്ല. കാരണം നമുക്കൊരു ഒരു സംശയമോ അല്ല അങ്ങനെ ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര പഞ്ച് കളിയായിരുന്നു. പിന്നെ ഈ ഒരു കണ്ടന്റ് നല്ല കണ്ടന്റാണ്. നമ്മൾ ഈ മനുഷ്യർ തന്നെ പ്രേതമായിട്ട് ചിന്തിക്കാമല്ലോ നമുക്ക്. ആ ഒരു ചിന്തയിലുള്ളൊരു ആ ഒരു തോട്ട് ഉഗ്രനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ക്ലൈമാക്സിലേക്ക് വന്നത്. നേരത്തെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കള്ളൻ വന്നപ്പോൾ ആ കള്ളൻ്റെ പഴയ ഒരു കള്ളൻ്റെ നമ്മൾ സിനിമയിലും നാടകത്തിലൊക്കെ കാണുന്ന കള്ളൻ്റെ കറക്റ്റ് ഒരു രൂപം. കാരണം അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ ഹൈറ്റൊക്കെ ആണല്ലോ. മാളു നല്ല ഗ്രാൻഡായിരുന്നു, നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു അവതരണത്തിൽ, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രജു നല്ലായിരുന്നു. 3 പേരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിനകത്ത് ക്ലൈമാക്സ് ആണ്. ഇതിന് പറ്റിയ തമാശകൾ മാത്രമേ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി തമാശ കുറവുണ്ടോയെന്ന്. പക്ഷെ അവതരണം ഒരു രക്ഷയില്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. 3 പേരും ഗംഭീരമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഉഗ്രരായിരുന്നു, അടിപൊളി, സൂപ്പർ. ഓക്കെ, അടിപൊളി. അപ്പോൾ അടുത്തതായിട്ട് ഇക്ക. നല്ലതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അതിലുപരി നിങ്ങൾ 3 ഗംഭീര ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. 3 പേരും നല്ല കളഞ്ഞ ആർട്ടിസ്റ്റുകളാണ്. കാര്യം ഒരിടത്ത് പോലും നിങ്ങൾക്ക് ഒരു പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല. നിങ്ങൾ അത്യാവശ്യം മൂവ്മെൻറ്റ്സുകളെ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഉപയോഗിക്കുന്നു, പ്രോപ്പർട്ടികൾ ഉപയോഗിക്കുന്നു, ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന 3 ആർട്ടിസ്റ്റുകളാണ്. അപ്പം നിങ്ങൾക്ക് ഇനി വേണ്ടത്, നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, അങ്ങനെയുള്ള നമ്മുടെ കയ്യിലേക്ക് കിട്ടേണ്ടത് നല്ല സ്ക്രിപ്റ്റും നല്ല കൗണ്ടറും ഉള്ളൊരു സ്ക്രിപ്റ്റാണ് കിട്ടേണ്ടത്. നല്ല കൗണ്ടറും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവലിൽ നിൽക്കും. അങ്ങനെ 3 ആർട്ടിസ്റ്റുകളാണത്. കാര്യം അഭിനയം എത്ര മനോഹരമായിരുന്നു നിങ്ങൾ 3 പേരും ചെയ്തത്. ആരെയും എടുത്തെടുത്ത് പറയുന്നില്ല, 3 പേരും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. അത്ര ഗംഭീരമായിട്ട് നിങ്ങൾ 3 പേരും അഭിനയിച്ചു. പക്ഷെ അഭിനയത്തിൻ്റെ കൂടെ നമ്മുടെ ഈ വേദിക്ക് വേണ്ടത് കുറച്ച് ചിരിയാണ്. ആ ചിരി കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലാകേണ്ട ഒരു സ്കിറ്റായിരുന്നു ഇത്. തമാശയുടെ ഒരു ചെറിയ ചെറിയ പോരായ്മകൾ ഇതിൽ എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്തുള്ളൂ. ആ ഒരു കുറവ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഫില്ല് ചെയ്ത് വീണ്ടും എത്തുക. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് സന്തോഷം കേട്ടോ. കാര്യം നിങ്ങൾ ഒരു നല്ലൊരു സംഭവം നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കളിച്ച് തീർത്തതിനൊരു കയ്യടി തരികയാണ്. കാര്യം പ്രത്യേകിച്ച് ഞാൻ ആദ്യം ഷൈജുവിലേക്ക് വരാം. ഷൈജു പുന്നപ്പറയാണ്. ഷൈജു നല്ല കാലിബറുള്ള ആർട്ടിസ്റ്റാണ് കേട്ടോ. കാരണം നിങ്ങൾ കളിച്ച മീറ്റർ കറക്റ്റാണ്. കാര്യം അല്ലെങ്കിൽ ഈ സാധനം സ്കിറ്റ് പിടിവിട്ട് പോകും. കാര്യം അവർ സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നത് പോലെ മാളുവിൻ്റെ പെർഫോമൻസ്, റജുവിൻ്റെ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇത് ലീഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ചുമതല ഷൈജുവിനുണ്ട്. ഷൈജു, എനിക്ക് തോന്നുന്നു ഷൈജുവിന് ഒരുപാട് നല്ല സ്കിറ്റുകൾ ഇതുപോലെ തന്നെ പെർഫോം ചെയ്യാൻ ഇനിയും സാധിക്കും കേട്ടോ. അത് നിങ്ങളുടെ കളിയിലുണ്ട്, ആ മീറ്ററിലുണ്ടെന്നുള്ള. പ്രചോദേട്ടാ, എന്തോ ഇവർ 2 പേരാണ് പുലികൾ, അതിനിടയിൽ ഇനി മാത്രമാണ് ഞാൻ. പക്ഷെ എനിക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു തരി പോലും
ഭയങ്കര കംഫർട്ടായിട്ട് വെച്ചാ ചേടി അപ്പൊ എന്താ അജി എന്ന് പറഞ്ഞിട്ട് അത്രയും കൂളില് ഭയങ്കര ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു ടീം എങ്ങനെയാ വേണ്ടത് നമുക്ക്, അതാണ് ശരിക്കും ഇവർ രണ്ടുപേരും എനിക്ക് നല്ല സപ്പോർട്ട്. അതെ 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 അതെ. ഷൈജുവിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഷൈജു? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ഞാന്, വൈഫ്, എന്റെ മോള്. പിന്നെ ചേട്ടൻ കല്യാണം കഴിച്ച ചേട്ടൻ മാറി ചേച്ചീനെ കെട്ടിച്ചുവിട്ടു തിരുവല്ലയില്. വൈഫിന്റെ പേരെന്താ? ഷൈജുവിന്റെ വൈഫിന്റെ പേര് സന്ധ്യ. ഓക്കെ. കുട്ടികള്? ഒരു മോളേ ഉള്ളൂ. മോളെ പേരെന്താ? ലക്ഷ്മി. എത്രയല്ലേ പഠിക്കുന്ന മോള്? അവൾ 7ാം ക്ലാസ്. ഇത് ഞാൻ പ്രേക്ഷകർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത്, കാര്യം ഷൈജു ഒക്കെ എത്രയോ വർഷമായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതുപോലെ റിജു ഇവിടെ താമസിക്കുന്നത്? ഞാൻ പുന്നപ്പുറക്ക് അടുത്ത സ്റ്റോപ്പ് വണ്ടാനം. വണ്ടാനം അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും. ഓക്കെ ഓക്കെ. കല്യാണം കഴിച്ചിട്ടില്ല. പ്രചോദേട്ടാ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. സോറി ഞാൻ ഇടപെടുക. പറഞ്ഞു. സത്യം പറയുന്നേ സത്യം പറഞ്ഞ ചേട്ടന്മാര് തരുന്ന മാർക്ക് ഉണ്ടല്ലോ, അത് ശരിക്കും ഇവിടെ കാണുന്ന അക്കമല്ല ഞങ്ങൾക്ക്. ശരിക്കും ഞങ്ങളുടെ ഒരാളുടെ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് വെറും ഒരു മാസം ആവുമ്പോഴേക്കും ഒരുമിച്ച് പോലും അവര് ആ ഒരു രജിസ്റ്ററിൽ ഒപ്പിടൽ മാത്രമുള്ള ഒരു ബന്ധം മാത്രമായിട്ട് ഒരു കലാകാരൻ എന്നത് കൊണ്ടും വേറെ തൊഴില് അങ്ങനെ കുറെ കുറവുകൾ പേര് പറഞ്ഞിട്ട് അത് മാറി നിൽക്കുക. അത് ഇന്നത്തെ കാലത്ത് തൊഴിലില്ല എന്നൊക്കെ പറഞ്ഞ് മിമിക്രി കളിച്ച് നടക്കുക എന്നും പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ വീട്ടുകാര് ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയി. അപ്പൊ കല്യാണത്തിന് മുമ്പ് അറിയില്ലായിരുന്ന? ചേട്ടാ അതല്ല സംഭവം. അതായത് കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിച്ചാൽ കഴിച്ചതാണെന്നും പറയാം, അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്നും പറയാം. അതായത് ഒരു വർഷം 1.5 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു പെണ്ണുമായിട്ട്. അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർ ഒരിക്കലും ഈ ബന്ധം സമ്മതിക്കത്തില്ലെന്ന് പെണ്ണ് പറഞ്ഞു. തുടക്കത്തിലേ പറഞ്ഞു. ചേട്ടാ ഒരു വല്ലാത്ത മൈൻഡാണ് അത്, അവര് ഒരിക്കലും സമ്മതിക്കത്തില്ല. പക്ഷെ നമുക്ക് പിരിയാനും പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? പെണ്ണ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. രജിസ്റ്റർ ചെയ്തിട്ട് പെണ്ണിന്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും പോയി നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ അറിയിച്ചു കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ചെയ്തു തരും. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിന്റെ വീട്ടിൽ അറിയിച്ചു. അവര് മുട്ടനുടക്ക്, ഒരു രക്ഷയില്ല, അടുക്കുന്നില്ല. അങ്ങനെ നേരെ എന്നെ പറ്റി അന്വേഷിക്കാനെന്നും പറഞ്ഞ് തൊട്ട് രണ്ടപ്പുറത്ത് നമ്മുടെ രാജിമോനെ പറ്റി അന്വേഷിക്കുന്നു. ഞങ്ങളുടെ പേര് ഇച്ചിരി സെയിം ആണല്ലോ. ഒരു രക്ഷയില്ല, ഒരു തരത്തിൽ സമ്മതിക്കാതെ ഇപ്പം അവർ ആ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ വേണ്ടി ഫാമിലി കോർട്ടിൽ നിൽക്കുക. ഞാൻ ഫാമിലി കോർട്ടിൽ നിന്നാ ഇങ്ങോട്ട് വരുന്നത്. അല്ല, വൈഫിന് ഇപ്പോഴും വേറെ പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് അവസാനം മനസ്സ് മാറ്റിക്കളഞ്ഞു. പെണ്ണിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഞാൻ കോടതിയിൽ നിൽക്കുമ്പോൾ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഒരു ഉച്ചവരെ എന്നെ മെസ്സേജ് അയച്ച് കോൾ ചെയ്തിട്ട് പറഞ്ഞു, ചേട്ടാ എന്നെ വിട്ടുകൊടുക്കല്ലേ, എന്നെ വിട്ടു പോവല്ലേ, എൻ്റെ വീട്ടുകാർ ഇങ്ങനെയാണ്, ഒരിക്കലും സമ്മതിക്കത്തില്ല, പക്ഷെ എന്നെ വിട്ടുകളയെന്ന് പറഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് 1 മണി വരെ മെസ്സേജ് അയച്ചാൽ 4 മണി കഴിയുമ്പോൾ പിന്നെ ബ്ലോക്കാ. എന്റെ നമ്പർ ബ്ലോക്ക്, ഫേസ്ബുക്ക് ബ്ലോക്ക്, എല്ലാം ബ്ലോക്ക്. എന്റെ അമ്മയുടെ നമ്പർ ബ്ലോക്ക്, അമ്മേനൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് എല്ലാം ബ്ലോക്ക് ആക്കി കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ പറഞ്ഞായിരുന്നു ഫോൺ ചിലപ്പോൾ പിടിച്ചു മേടിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ചെല്ലണം, സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ വിളിച്ച് ഫോൺ കൊടുക്കാൻ പറയും. ഓക്കെ ആക്കും. ഞാൻ അതേപോലെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞപ്പം അവിടുന്ന് സംഭവം പറയാണ്, എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഈ SI ചോദിച്ചു പിന്നെ എന്തുവാ ചെയ്യാൻ പോണേ? അത് ഞങ്ങൾ വക്കീലിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എന്തോ ചെയ്യണമെന്ന് പറയുമ്പോൾ SI എന്നെ നോക്കിയിട്ട് എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു, എന്നും വിളിക്കാൻ പറ്റും, എന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കടാ. ഞങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ലടാ, വിളിക്കാൻ പറ്റത്തില്ല, ഇനിയല്ല കൗൺസിലിങ്ങിന് കിട്ടണം, അല്ലാതെ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉച്ചവരെ എന്നെ വിട്ടുപോകല്ലെന്ന് പറഞ്ഞ ആള് പിന്നീട് 4 മണി കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ്. ഇപ്പോഴും ഞാൻ കോടതി നിൽക്കുന്നത് എന്താ കാര്യം എന്ന് അറിയാതെയാ. ആ പെണ്ണിനോടൊന്ന് സംസാരിക്കാൻ അവസരം കിട്ടണ്ടേ? എന്നിട്ട് വരണന്ന് കോടതിക്ക് പോണം. 2-3 വട്ടം ഹാജരായി, അവിടെ പോയി നിൽക്കും. അറിയില്ല, തോന്നണത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവം. ഇത്രക്ക് ട്രാജഡി ഉണ്ടായെന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. എനിക്ക് അറിയില്ല കേട്ടോ എന്താ സംഭവിച്ചതെന്ന്. ചില ഒരു ഏജിന്റെ വെച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വയസ്സിന്റെ വെച്ചിട്ടാണോ എന്ന്. എന്നാ പോലെ എല്ലാവരും പ്രണയത്തിന് പ്രായമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കൊലപാതകയാണെങ്കിൽ പ്രണയിച്ചാലും അല്ല റജി, എന്തായാലും റജിക്ക് നീതി കിട്ടും. നീതി കിട്ടാണ്ട് എവിടെയും പോകില്ല. അത് അങ്ങനെയാണത്. അറിയില്ല കേട്ടാ, അത് നടക്കും അത് ഉറപ്പായിട്ടും കിട്ടും. അത് തന്നെയല്ല റജി ഒരു വലിയൊരു കലാകാരനാവും. കാണിച്ചു കൊടുക്കണം റജി കാണിച്ചു കൊടുക്കണം. ആ പെണ്ണ് പറഞ്ഞിട്ട് ആരുമില്ല ചേട്ടാ സാക്ഷി പറയാനെന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞ അവർക്ക് വേണ്ടി സാക്ഷി ഒപ്പിട്ട അറിയോ? റജു, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടാന്നേ.
അങ്ങനെ ഇത്തിരി നേരം കൊണ്ട് മനസ്സ് മാറി പൊക്കോട്ടെ. റജു കരയില്ല ചേട്ടാ, ചേട്ടാ കരയില്ല ചേട്ടാ. ചേട്ടാ കരയല്ലേ? ഒരു കലാകാരന്റെ ശക്തി നമ്മൾ ഇവിടെയാണ് കാണിക്കണട്ടാ രജു. ഇനി ഈ കരച്ചിൽ അത് ആലോചിച്ചുകൊണ്ട് ഈ കരച്ചിൽ പാടില്ല. നമ്മൾ ഡൗൺ ആയി പോകും. അത് വേണ്ട വേണ്ട. രജുവിനെ വേണ്ടാത്തവർക്ക് രജുവിനും വേണ്ടാന്ന് വെക്കാൻ. രജു നമുക്ക് ചെയ്യേണ്ട നമുക്ക് അതേ പറ്റുള്ളൂ. കാര്യം എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ ചേട്ടാ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത്രയും നേരം ഫോൺ എടുത്ത് സംസാരിച്ച ഒരാൾ പെട്ടെന്ന് അത് മാറ്റിയിട്ട് പിന്നെ അതിനുശേഷം ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ അല്ലേ? പിന്നെ അതിനുശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ല. റജുവിൽ ഇത്രയും ഒരു സ്റ്റോറി ഇതിന്റെ ബാക്കിൽ കിടപ്പുണ്ടെന്നോ, അല്ല ഇങ്ങനൊരു അനുഭവസ്ഥനാണ്, അല്ല ഇങ്ങനെ ടെൻഷൻ നിൽക്കുന്ന ആളെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞത്. എനിക്ക് രജുവിനെ കാണുമ്പോഴും രജുവിനെ ഇപ്പോൾ നിൽക്കുമ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ടോ ശരിക്കും പറഞ്ഞാൽ. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എത്ര വലിയൊരു ട്രാജഡിയാണ് നിങ്ങളുടെ ബാക്കിൽ നടന്നാക്കണത്. എന്നിട്ടും ഇത്രയും സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇത്ര കൂളായിട്ട് കളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇനി അറിയാൻ പാടില്ല നമുക്ക് ഇത് എന്ത് പറയണമെന്നുള്ളത്. നിങ്ങൾ ഇത്രയും വിഷമം വെച്ച് ഈ ഒരു സ്കിറ്റ് കളിക്കാന്ന് പറയുമ്പോൾ അതിന്റെ മാനസികാവസ്ഥ ഭയങ്കരമാണ് കേട്ടോ. ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഐറ്റം വേറെ അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ ലക്ഷക്കണക്കിന് മലയാളികൾ ഇത് കണ്ടിട്ടുണ്ടാവും. അവരെന്തായാലും ഇത് ഒരിക്കലും റോങ് പറയില്ലല്ലോ. ഞാൻ അവിടെ എന്താ സംഭവിച്ചതെന്നും നമുക്കറിയാൻ പാടില്ല. നമ്മൾ പറഞ്ഞത് നമ്മുടെ വേദന കൊണ്ടാണ്. നമ്മളെ വേണ്ടാത്തവരാ നമുക്കും വേണ്ടാന്ന് നമ്മളങ്ങനെ പറഞ്ഞാണ്. ഞാൻ അവിടെ എന്ത് സംഭവിച്ചെന്ന് നമുക്കും അറിയാൻ പാടില്ല. നമ്മൾ ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ, അറിയത്തില്ല. അതെ, നമ്മുടെ രജുവിന്റെ മാതാപിതാക്കൾക്ക് ഏറ്റവും അധികം സപ്പോർട്ട് രജു കൊടുക്കുക എന്നുള്ള കാര്യം. അവരാണ് സാക്ഷിയായിട്ട് വന്ന് ഒപ്പിട്ട് തന്നത്. അപ്പോൾ രജു തളർന്ന അവരും തളരും. അപ്പൊ നമുക്ക് ഇങ്ങനെ കെടുക്കണ കണ്ടിട്ട് അമ്മ പറയണ, എടാ നീ പരിപാടിക്ക് പോടാ, പോയിട്ട് നീ ഇതാക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ഇപ്പൊ നമ്മുടെ കോബ്ര രാജേഷണ്ണന്റെ കൂടെയാണ് അവൻ പ്രോഗ്രാമിന് പോകുന്നത്. ഓക്കെ, നിയമത്തിന്റെ ഭാഗത്തേക്ക് പോട്ടെ. നമുക്ക് ഇത് കരുത്തായിട്ട് തന്നെ വരണം. ഇത് കാണിച്ച് തെളിയിച്ചു കൊടുക്കണം. നമ്മളൊരു കലാകാരനാണ്. കലയും കൊണ്ട് നമ്മൾ ഒരാളും നശിഞ്ഞ് അങ്ങനെ പോയിട്ടില്ല. അത് നമ്മുടെ കഴിവുകളും കൊണ്ട് മാത്രമാണ് നശിഞ്ഞു പോയേക്കണത്. അല്ല കല ആരെയും ചതിച്ചിട്ടില്ല. കലാകാരന്മാരെയും കലാകാരികളെയും ചതിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിൽക്കുക കേട്ടോ. ഇനി ഇത് ആലോചിച്ച് കരയരുത്. ഓക്കെ അല്ലേ രജുവിന് ദൈവം തന്നൊരു ഗോൾഡൻ ചാൻസ് ആണ്. നമ്മളിനി ഐറ്റം വേറെ നമ്മൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളൊരു ഉഗ്രൻ ആർട്ടിസ്റ്റായി, മലയാളികൾ അറിയപ്പെടുന്ന ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റായി രജു മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം എല്ലാ വേദനകളിലും ഉള്ളൊതുക്കി നിങ്ങൾക്ക് ഇത്രയും പെർഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇനി മുമ്പോട്ട് നിങ്ങൾ ഇത് മാത്രം ചിന്തിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ കിടപ്പുണ്ട്. അത് തന്നെയല്ല, ഞാൻ മാളു നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് തരാണ്. കാരണം നിങ്ങൾ ഈ ഒരു സാധനം ഇവിടെ അവതരിപ്പിച്ചത് നമുക്ക് അറിയാൻ പറ്റി. രജുവിന്റെ വിഷമം എന്താണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് മാളു ഇത് പറഞ്ഞു. ചേട്ടാ, എൻ്റെ അമ്മ പ്രസവിച്ചില്ലേന്നുള്ളൂ. എൻ്റെ ഏട്ടന്മാരാ ഇവര് രണ്ടുപേരും. ഞാനൊരു ഫ്ലോർ അല്ല കാണുന്നേ, അല്ലെങ്കിൽ എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു വേദിയില്ല. അതിന് ഞാൻ ബഹുമാനിക്കും, റെസ്പെക്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന കഴിവ് പോലെ ഞാൻ ഇവിടെ ചെയ്യുന്നു. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് 3 പേർക്കും ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. എസ്പെഷ്യലി രജിച്ചേട്ടന് ഒരു 1% പോലും ആ ഒരു വിഷമം അറിയിക്കാതെ നമ്മൾ ഇത്രയും പേരെ ചിരിപ്പിച്ചതിന് താങ്ക്സ് എ ലോട്ട്. നമുക്കിനി എന്തായാലും മാർക്സ് അറിയാം. അതിന് ആദ്യം തന്നെ പ്രചോദേട്ടാ, ഞാൻ ഒരു 14 മാർക്ക്. 14,000 രൂപ. ബിജുക്കുട്ടൻ ചേട്ടാ, ഞാൻ ഒരു 1000 രൂപയും കൂട്ടി 15,000 രൂപ. അപ്പം 29,000 രൂപയായിട്ടുണ്ട്. ഇനി ഫൈനലി ഇക്ക ബാക്കി എത്രയാന്നുള്ളത് ബാക്കിൽ നോക്കൂ. രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നത്. ആ ചിരി ഉണ്ടല്ലോ, അതെന്നും അതേപോലെ നമുക്ക് കാണണം കേട്ടോ രജിചേട്ടാ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി കരയരുത്. നമ്മളെ മലയാളികളും നമ്മുടെ ഐറ്റം വേറെ എല്ലാ പ്രേക്ഷകരും കൂടെ തന്നെ ഉണ്ടല്ലേ. ഈ ചിരി മുഖത്തുണ്ടാവണം. നമുക്ക് ആ ചിരി ഇങ്ങോട്ട് തരാനായിട്ടും വീണ്ടും വരിക. ഓക്കെ, താങ്ക് യു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.